ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പോടാ പോടി. ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ നിന്ന് രക്ഷപ്പെടാൻ കൊച്ചിയിൽ തന്നെ ഉള്ളൊരു പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് യാത്ര. എങ്ങോട്ടാണ് പോകുന്നത്? എവിടെയാന്ന് എനിക്കറിയില്ല. സ്ഥലം ഇവൻ പറഞ്ഞാലല്ലേ അറിയുള്ളൂ എവിടെയാ പോണേന്ന്. പുഴയാണോ കായലാണോ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോണേന്നൊക്കെ പറയണു. എവിടെയാണോ എന്തോ. ഇറ്റ്സ് എ ഹിഡൻ സ്പോട്ട് ഇൻ കൊച്ചി. നമ്മുടെ പിറവത്തിനടുത്താണ്. സ്ഥലത്തിന്റെ പേര് കൊച്ചരിക്കൽ കേവ്. കൊച്ചരിക്കലോ? അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണത്. ആർക്കും അറിഞ്ഞിരിക്കാൻ വഴിയില്ല. ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നുമില്ല. പക്ഷെ ഒരു അടിപൊളി സ്ഥലമാണ്. കുറച്ച് സമയം, അതായത് ഒരു 1 day ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് എല്ലാവർക്കും. അതും എറണാകുളത്ത് എത്ര അടുത്തൊരു സ്ഥലം ഉണ്ടെന്ന് ആർക്കും അറിയണ്ടായിരിക്കില്ല. അപ്പൊ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ആർക്കും കൃത്യമായി പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. ജസ്റ്റ് ഒരു 25 കിലോമീറ്റർ ഉള്ളൂ വീട്ടിൽ നിന്ന് സ്ഥലത്തേക്ക്. അമ്മ രണ്ടായിട്ട് പ്രകൃതിയെ കുറിച്ച് അതിന് വാക്ക് പറയൂ. ഇപ്പോൾ നമുക്ക് പോകാം. പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വരിക. കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് മടങ്ങാം. ഞാൻ ഓൾമോസ്റ്റ് എത്താറായി. ഇനി ജസ്റ്റ് 15 മിനിറ്റോടെ ഉള്ളൂ. അമ്മയുടെ കവിത പറയുമ്പോ അമ്മയുടെ ഉള്ളിൽ നിന്ന് കവിത നമ്മളെ പാട്ടൊക്കെ പാടാറില്ലേ? പാട് പാട് അറിയില്ല എന്താ പാടുന്നത് എനിക്ക്. നീ ആ സാധനം പറ, കൊട്ടേഷൻ പറഞ്ഞ നമ്മുടെ പ്രകൃതിയെ കുറിച്ചുള്ളത്. ഞാൻ ഇൻട്രോ പറയാൻ വേണ്ടിട്ട് ChatGPT ചോദിച്ചു, പ്രകൃതി രമണീയമായ ഒരു സാധനം എനിക്ക് പറഞ്ഞു തരാൻ. ഇവരെന്താന്ന് പറയുന്നത് എനിക്കടക്കം മനസ്സിലാവുന്നില്ല. സുശാന്തമായ പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. പച്ചപ്പിന്റെ ഹൃദയത്തിൽ പരന്നു കിടക്കുന്ന ആകർഷകമായ ഒരു ഇടം. മനോഹരമായ ഗുഹകൾ, സ്വച്ഛജലത്തിൽ തിളങ്ങുന്ന നീലച്ചിറകുകൾ പോലെ പ്രതിഫലിക്കുന്ന തടാകങ്ങൾ, പരിസരത്തൊഴുകുന്ന ചെറിയ നദികളും നീർപ്പുഴകളും എല്ലാം മലയും കാടും പുഴയും സൃഷ്ടിക്കുന്നു. പിന്നെ ഒരു സാധനം പറഞ്ഞെങ്കിൽ മനസ്സിലായില്ലത്. തടാകത്തിന്റെ ചുറ്റുമുള്ള പച്ചമഞ്ഞ കുന്തങ്ങൾ. അതെന്താ? കുന്നായിരിക്കും. കുന്ന് പച്ചമഞ്ഞ കുന്തങ്ങൾ. കുന്നടി വേണേ. കുന്നല്ല കുന്തങ്ങൾ. അവരെഴുതിയത് അങ്ങനെ ആയിപ്പോയതാ. കുന്ന ചെറു ചെറു വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടും ചിറകുലയിൽ പാറുന്ന വേദി പക്ഷികൾ കൊണ്ടും ചെറുവെയിലിൽ. പക്ഷെ ഇതിലേക്കുന്നത് നോക്ക്, അക്ഷരങ്ങൾ അങ്ങനെ എഴുതുമ്പോ വ്യത്യാസം തന്നെ. ഓക്കെ, ഈ സ്ഥലത്തൊരു പ്രകൃതിയുടെ വിസ്മയമായി മാറ്റുന്നു. ഓരോ നിമിഷവും മനസ്സിൽ ആഴമേറിയ സ്വാന്തനം നിറയ്ക്കുന്ന പ്രളയവും പച്ചപ്പും നിറഞ്ഞൊരു കാഴ്ച. പ്രകൃതിയും പച്ചപ്പും നിറഞ്ഞ അങ്ങനെ പറ. ഓക്കെ, നമുക്ക് ChatGPTക്ക് എടുക്കായിരുന്നു അമ്മേനെ. പ്രകൃതിയും പച്ചപ്പും നിറഞ്ഞൊരു കാഴ്ച. Guys, consider this as the intro for this video, okay? നോക്കി വെച്ചെങ്കിലും ഇതാണ് എന്റെ ഇൻട്രോ. ഇൻട്രോ വെള്ളക്കാരട്ടെ. എന്താടാ എന്താ ചോദിച്ചാണ്? വെള്ളക്കാരുടെ പോകുന്ന വഴി കണ്ടോ? ഹായ് ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ഏകദേശം അങ്ങോട്ട് അടുക്കാറായിരിക്കുന്നു. ഞങ്ങൾ പോകുന്ന വഴിയാണിത്. നല്ല പ്രകൃതി രമണീയമായ വഴിയാണ്. കണ്ട മൊത്തം പച്ചപ്പാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മൊത്തം തണല്. എന്ത് ഭംഗിയാന്ന് നോക്കിയാ കാണാൻ. വെയില് തീരെ തോന്നില്ല. മരങ്ങൾ നിറഞ്ഞ വഴിയാണ്. ഒരു കാടിന്റെ ഉള്ളിലേക്ക്, വനത്തിന്റെ ഉള്ളിലേക്ക് കയറി പോകും പോലെ. അത്രയൊക്കെ വേണോ? വനത്തിനുള്ളിൽ കയറി പോകുന്നു. എന്താ കണ്ടില്ലേ റബ്ബർ തോട്ടം? എന്ത് ഭംഗിയാ റബ്ബറുകളൊക്കെ. റബ്ബർ തോട്ടം കാടല്ലേ ഇത്? കാടല്ലേ? വന റബ്ബറിന്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ. അതെ അതെ, ഇപ്പൊ റബ്ബറൊക്കെയാണ് നമ്മുടെ കാട്. ഗൈസ്, ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. കാർ പാർക്കിംഗ് 20 rupees, ബൈക്ക് 10 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആളെ കാണാനില്ല. ഗുഹയിലേക്കുള്ള എളുപ്പ വഴി. ഗുഹാമുഖത്ത് വാഹന സൗകര്യം. ഗുഹയുടെ അടുത്ത് പോയി ഇറങ്ങാന്ന്. അതാണിത്. ചായ, കാപ്പി, കഞ്ഞി, കൂൾ ഡ്രിങ്ക്സ് അവൈലബിൾ. വി ക്യാൻ സീ അംഗൻവാടി ഹിയർ. അംഗൻവാടിയിൽ പിള്ളേരൊന്നുമില്ലല്ലോ. മാൻ എൻട്രി കണ്ണോടൊറ്റയ്ക്ക് ലോക്ക് ചെയ്തില്ലേ കാറ്? അതാണ് കൊച്ചരിക്കൽ. കാണാനില്ല ഇവിടെ. ഞാൻ
ഗുഹേ അതൊരു മരമാണ്, ഗുഹയൊന്നുമല്ല. ആദ്യം മറ്റേ മെയിൻ സാധി കയറാം. ആ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ തോന്നുന്നു ചൂടായതുകൊണ്ട് എല്ലാം വെള്ളത്തിൽ കയറാണ്ട് വന്നാന്ന് തോന്നുന്നത്. ഇഷ്ടംപോലെ ബൈക്കാണ് അവിടെ. ഇവിടെ പാർക്കിംഗ് അല്ല, അതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യണോ? ബാക്കിയുള്ള പേ പാർക്കിങ്. കാറ് കയറില്ല, കാറ് കയറി ബൈക്ക് കയറില്ല അവിടെ. യെസ്, നമുക്ക് നല്ല അലക്കുന്ന സൗണ്ട് കേൾക്കാം. ആരൊക്കെ കുളിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. യെസ്, ത്രില്ലായി കേട്ടപ്പോൾ. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിൻ്റെയാണ്. ഇനി 1/2/2025 മുതൽ ഒഴിപ്പുണ്ടാക്കുന്നതായിരിക്കും ടൂറിസം പദ്ധതി ഗുഹ. 2025 എന്ന് പറയുന്നത് ഈ മാസമല്ലേ? എന്താ ഈ 5000 പിഴ കേട്ടാ. ഇവിടെ വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴ ഈടാക്കുന്നതും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. സോ ബി അവെയർ ഓഫ് ഇറ്റ്. എടാ 1/2/2025 തൊട്ട് അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ട. ടൂറിസം നിരോധിച്ചിരിക്കുന്നു. ടൂറിസം നിരോധിച്ചു എനിക്കറിയില്ല. പക്ഷേ ഇവിടത്തേക്കൊന്ന് കാണാമെന്ന് തോന്നുന്നു. ഗുഹ കണ്ടപ്പോഴേക്കും ഒരാൾ പേടിച്ചു കഴിച്ചു. മമ്മി കാലുവേന നോക്കി. അമ്മ പ്രോ അല്ലേ? പണ്ട് ആ താഴെ വലിയ കുളത്തിൽ ഇറങ്ങായിരുന്നു കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ട് നല്ല സൂപ്പറായിട്ട് അവിടെ ഇറങ്ങി ചാടായിരുന്നു. ഞാൻ അന്ന് വന്നപ്പോൾ ഇവിടെ കുറേ കയറി ചാടുന്നുണ്ടായി. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഒന്നില്ലേ, വാ കമോൺ ഇറങ്ങി വാ. ഓ ദേവ് ഡൈപ്പറിന് സെപ്പറേറ്റ് ബോക്സ് ഇറക്കിയിട്ടുണ്ട്. ഡൈപ്പർ മാലിന്യങ്ങൾ. അമ്മ ഇതിനുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല, കണ്ടണ്ട. വെള്ളം കുറവാ. അല്ല അന്നും വെള്ളം കുറവായിരുന്നു. എനിക്ക് മഴക്കാലമാണ് വെള്ളം കുറേ വന്നെ. നമ്മളവിടെ കണ്ടില്ല ആ മരം, അതിന്റെ ബാക്ക്. അത് ആ ദേവ കണ്ട മരത്തിന്റെ ബാക്ക് സൈഡ്. എന്താണ് ഗുഹ? മേളിലല്ല ഗുഹ. ഈ തടി കണ്ടോ? എന്ത് തടിയല്ലേ? ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത, ഇവിടെ ചൂട് വളരെ കുറവാണ്. എന്ത് വളരെ കുറവാണ്? ചൂട്. ശരിയാട്ടോ. ഇങ്ങനൊരു ഇത് ഒരു എറണാകുളത്ത് തന്നെയാണെന്ന് നമുക്ക് സംശയം തോന്നുന്നില്ല. അമ്മ ഏത് ഭാഗം? നമ്മ കിഴക്ക് ഭാഗമോ? ആ എറണാകുളം കിഴക്കൻ ഭാഗമാണ്. ദൈവത്തിന് അങ്ങനെ പറയും. ഇതിന്റെ ഇടയിൽ കൂടെ പോയി നമ്മുടെ പോറ്റേ പോകാനൊക്കെ പറ്റും. ഇതേ താഴേക്ക് പോകാം. പണ്ട് ഞാൻ പറഞ്ഞില്ല, പണ്ട് കുളത്തിൽ ഇത്ര ഇടിവുകളുണ്ടായി. അന്നോട് അരണക്കാറ്റ് ചാടുന്നുണ്ടായി. എനിക്കണോ ഞാൻ കുളത്തിലും കൊള്ളാന്ന് തോന്നുന്നു. എവിടെ കിടപ്പുണ്ടല്ലോ. അത് ആ സാധനത്തിന് പോവാന്ന് തോന്നുന്നു. എന്നാലും വെള്ളം കൊള്ളാന്ന് തോന്നുന്നു. അങ്ങോട്ട് കുറേ പോകാനുണ്ടോ? കുറച്ചുള്ളൂ. ദീ കിടന്നതിനേ ഉള്ളൂ. പോയിട്ട് വാ. അപ്പം അങ്ങനെ അമ്മ ഞാൻ കണ്ടിട്ടില്ലത്. ആഹാ അവിടെ നിന്നാ ഫോട്ടോ തരാം. അവിടേക്ക് അവിടേക്കമ്മേ വാ. നമുക്ക് എത്ര പെട്ടെന്ന് അമ്മേനോട് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഒരു പിള്ളേർക്ക് ആരോഗ്യ ഹാനികരം. കേസ് ഏതോ കപ്പിൾസിൻ്റെ കേസുണ്ടല്ലോ. RA ഹാർട്ട്, RA ലവ്, റാലു കയറി എവിടെയാണ് കയറുന്നു. കാലുവേദനയുള്ള ആളാട്ടോ ഗൈസ് ഈ പിടച്ച് കയറുന്നത്. അമ്മ അങ്ങനെ അല്ല കുറച്ചു നേരം പറഞ്ഞു. എന്ത് സ്ഥലമാണെന്ന് ചോദിച്ചു എന്നോട്. മരങ്ങളുടെ ഇടയിൽ ജയമുകുന്ദൻ. ഇപ്പോൾ പോലെ. പക്ഷെ മരം തന്നെ പറയില്ല. നല്ല കളറുണ്ട്. ഓ എനിക്കാണ് വെറുതെ അല്ല ഇവിടെ ടൂറിസം മറ്റേ സ്റ്റോപ്പ് ചെയ്ത കേട്ടോ. നോക്കി മാലിന്യ കൂമ്പാരങ്ങൾ. സോ ദിസ് ഈസ് കേരളം. മാലിന്യ കൂമ്പാരങ്ങൾ. കയറാനേ പറ്റിയുള്ളൂ, ഇറങ്ങാൻ പറ്റില്ല. ആ കാലം ഇവിടെ, ഇടത്തെ കാലം അവിടെ, വലത്തെ കാലം ഇവിടെ, പിന്നെ നേരെ ചടിക്കത്. സെറ്റ്. അപ്പോട്ടെ സി ഗൈസ്, എനിക്കാണ് ഇതുകൊണ്ടാണ് തോന്നുന്നു ഒരു അവിടെ ബോർഡൊക്കെ ചെയ്യണം. മറ്റേ 5000 പിഴാന്നൊക്കെ കണ്ട.
അധികമില്ല കമ്പാരിറ്റീവ്ലി, എന്തെങ്കിലും ഉണ്ട്. പണ്ട് എനിക്ക് ഇവിടെ ആരും കറക്റ്റായിട്ട് വന്ന് വേസ്റ്റ് കൊണ്ടുപോകാറില്ല തോന്നുന്നു. പക്ഷെ എനിക്ക് റബ്ബർ തോട്ടാണ്. യെസ്, റബ്ബർ തോട്ടാണ്. ഇതാരുടെ വീടിൻ്റെ സ്ഥലം കണ്ടത്? അത് എളുപ്പഴി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇവിടെ കൂടെ ചെണ്ട് എളുപ്പഴി എന്ന് പറഞ്ഞു. അത് ഈ കണ്ടായിരുന്നു. പക്ഷെ നല്ല സ്ഥലം ഇവിടെ ഇരിക്കാൻ, ഒരു പ്രകൃതിയോട് ഒത്തൊരുങ്ങിയിരിക്കാൻ. റബ്ബർ തോട്ടാണ്. ഇവിടെ റബ്ബർ തോട്ടം, താഴെ പിന്നെ പുഴ. ഇപ്പോൾ പുഴ അല്ല, ഒരു കുളമുണ്ട്. എന്തത് ഇവിടെ നിന്നാലൊക്കെ ഫുഡൊക്കെ കൂടെ കഴിക്കണ്ടല്ലോ. ഏതോ ചിക്കിങ്ങിൻ്റെ സാധനമൊക്കെ. ചിക്കിങ് അല്ല, നമുക്കിൻ്റെ ഫ്രൈഡ് ചിക്കൻ, ബ്രോസ്റ്റഡ് ചിക്കൻ. അങ്ങോട്ട് വരാൻ പറ. അമ്മ ഇങ്ങോട്ട് വരെ. ദേ ഇതാണ് ഞാൻ പറഞ്ഞ കുളം. പണ്ട് ഇവിടെ ആർക്കൂടെ ഇറങ്ങായിരുന്നു. ഇപ്പോഴാർക്കൂടെ ഇറങ്ങാട്ടോ. പക്ഷെ ഇപ്പോൾ ആരും ഇറങ്ങാത്തോന്ന് തോന്നുന്നു. വെള്ളം കുറവാണ്. പണ്ട് കുറേ വെള്ളം ഉണ്ടായി. 2019-18 പണ്ട് നല്ലോണം ഉണ്ട്. പണ്ട് ഇവിടെ ഇങ്ങനെ നിറയും, എന്തെങ്കിലും വെള്ളം കൂടെ ചാടും. അങ്ങനെയായിരുന്നു. മഴക്കാലം നമുക്ക് വീണ്ടും വെള്ളം പറ്റി വയ്ക്കും. ഇത് കരിയിലല്ലേ, ഇതതിൻ്റെ പൂവാ. ഞാൻ പറഞ്ഞില്ല. യെസ്, ഇതേ കുറേ മീനൊക്കെ ഉള്ള ഏരിയ. ഇന്നത്തെ ഒരു മീനുണ്ട്. തുപ്പലാമ്പട്ടിയാണോ? അല്ല, ടൈഗർ ഫിഷൊക്കെ ഉണ്ട്. ആണോ? തുപ്പണ്ട്. അതിന് മൊത്തം വൃത്തികേടായി. പണ്ടേക്കുന്ന ഈ ലെവൽ വെള്ളം ഉണ്ടായിരുന്നു. ഈ കല്ലിൻ്റെ ഈ ലെവലിൽ ഞാൻ വരിപ്പോൾ പണ്ട്. ഇപ്പം അത്രയും കുറഞ്ഞു. ഇപ്പം ഇത് വെള്ളമില്ല കേട്ടോ. വേണമെങ്കിൽ ഇറങ്ങി അങ്ങോട്ട് നടക്കാമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കടിഞ്ഞ വഴി കൂടെ കയറിയല്ല. അതേ വേറെ വഴി കയറിപ്പോയി. ഈ വഴി കയറി പോയിട്ട് അറിയില്ല. ഇവിടെ വഴി ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തില്ലാടാ എൻ്റെ ആ മരത്തിൻ്റെ ഉള്ളിൽ കയറിയെന്ന്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ അടുത്തരാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കേവിൻ്റെ ഉള്ളിൽ ഒരു റീലെടുക്കാൻ എടുത്തു വെച്ചോ. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക, പിടിക്കണ്ട. പക്ഷേ ഇതേക്കൂടെ വഴിയില്ലേ? യെസ് ഗൈസ്, നമ്മൾ പറ്റിക്കപ്പെട്ടു. ഇതേക്കൂടെ വഴിയില്ല. അവിടെ മണ്ടി. ഞാൻ എപ്പോഴാണ് പറഞ്ഞ വഴിയില്ലെന്ന്? നീ പറഞ്ഞ വഴിയുണ്ടെന്ന്. ആവശ്യമില്ലാത്തൊന്നും ഞാൻ പറഞ്ഞ കേൾക്കാറില്ല. അതാ ആവശ്യമില്ലാത്തൊന്നും കേൾക്കാറില്ല, ആവശ്യമുള്ളത് കേൾക്കാറില്ല. ഇത് ആവശ്യമുള്ളതൊന്നും തോന്നിയാ വണ്ടി. ഗൈസ്, ഈ കണ്ണൊക്കെ ഉറവേ കേട്ടോ ശരിക്കും പറഞ്ഞ. കുപ്പിയൊക്കെ ഇടുക, വേസ്റ്റ് ഒക്കെ ഇടുക. അതാണ് ഇവിടെ നമ്മളെപ്പോഴുള്ള പ്രകൃതികളുണ്ട്. കുപ്പി വലിച്ചെറിയല്ല ചെറിയ വളരെ മോശം. നമ്മൾ ഈ പ്രകൃതി നശിപ്പിക്കുകയാണ് ഗൈസ്, നശിപ്പിക്കുകയാണ്. ഈ മരത്തിൻ്റെ അവിടെ എൻ്റെ ഫോട്ടോ എടുക്കോ? പിന്നെന്താ, അവിടെ പോയി നിന്നോ. ഇവിടെ നിൽക്കണോ അപ്പുറത്തേക്കണോ? ഇവിടെ ഒരെണ്ണം എടുക്കാം, പിന്നെ ഇവിടെ അടുത്ത് എടുക്കാം. പക്ഷേ നീ മരത്തിനോട് എടുക്കണ്ടടി. എന്താ നീ ഭയങ്കര മറ്റേ കുഞ്ഞായിപ്പി. ഗളിവർ ട്രാവൽസിലെ പോലെയുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ കൊച്ചിലെ കേവ് ഇവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സ്ഥിതിക്ക് നമ്മൾ ഇറങ്ങി പോന്നു. ഇഷ്ടപ്പെടാത്തതല്ല, നല്ലൊരു ആംബിയൻസ് ഒക്കെ നല്ലതാ. പക്ഷെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഒരു കുളം, ഒരു വലിയ 2 മരങ്ങളും ഗുഹയുണ്ട്. അതല്ലാതെ കുറെ നേരം അവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, ഒരു എന്താ പറയാ, കാമായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കാൻ വേണ്ടി പോണവർക്ക് അവിടെ പോവാം, നല്ലതാ. അതെ, അമ്മ പറയണ കോളേജ് കട്ട് ചെയ്ത് കുറെ പിള്ളേരൊക്കെ അവിടെ ചെന്നിരിക്കുന്നുണ്ടായിരുന്നു. അതാ. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ പോയി ഒരു കാമായിട്ടുള്ള സ്ഥലത്തിരിക്കാൻ നല്ല പ്ലേസാണ്. പക്ഷെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. പിന്നെ അവിടെ അടുത്ത് ഫുഡ് സ്പോട്ട് ഒന്നും അങ്ങനെയൊന്നും ഇല്ല. അതെ, ഈ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമ്മളിനി പോകാൻ പോകുന്നത് നമ്മുടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ഉണ്ട്, നമ്മുടെ ഫുഡ് ബ്ലോഗർ. ഞാൻ കണ്ടുപിടിക്കുന്ന റീസെന്റ് ആണ് പുള്ളിയുടെ വീഡിയോസ്. കണ്ടപ്പോൾ ഒരു വീഡിയോ കണ്ടു, പുള്ളി സ്വന്തമായിട്ട് ഒരു ക്ലൗഡ് കിച്ചൺ ഓപ്പൺ ആക്കി കേട്ടു. നമ്മുടെ തിരുപ്പൂണിത്തുറ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനകത്താ തോന്നുന്നു, എനിക്കറിയില്ല. ആസ് പെർ സെർച്ച് ചെയ്തപ്പോൾ കാണിച്ചാൽ അങ്ങനെയാണ്. അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല കിടിലം ബിരിയാണി ഉണ്ടെന്നാണ് ഞാൻ കണ്ടത്. അവിടുത്തെ ബിരിയാണി ഉണ്ടെന്ന് ബാക്കി കഴിച്ചു നോക്കിയിട്ട് അറിയാം. അവിടെ എത്തിയിട്ടില്ല, ഇനിയും കുറെ പോകാനുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ടുള്ള യാത്രയിലാണ്.
എനിക്ക് ആ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി എന്താ അച്ചാറൊക്കെ ഉണ്ടാകുന്ന വീഡിയോ ഉണ്ടായിരുന്നു മറ്റേ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ നാക്കിന്നൊക്കെ ഒരു അച്ചാറൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു എന്ന ഒരു ഉദ്ദേശം തോന്നുന്നു. അടുത്തിട്ട് അച്ചാറൊക്കെ ആദ്യം കഴിച്ചു നോക്കണ്ടേ. നാരങ്ങ അച്ചാറിൻ്റെ ഇങ്ങനെ കാണുന്നില്ല. ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊച്ചരിക്കൽ കേവിൽ പോയത്. അതുകൊണ്ട് നമുക്ക് നോക്കാം, അവിടെ എത്തിയിട്ട് ഇവൻ പറഞ്ഞ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ നല്ലൊരു ഫുഡ് സ്പോട്ടാണെന്ന് തോന്നുന്നു. നല്ല ബിരിയാണിയാണെന്ന് തോന്നുന്നു. അവിടെ പുള്ളി ഇടുന്ന വീഡിയോയിലൊക്കെ ഞാൻ കുറേ ആൾക്കാരെ കാണാറുണ്ട് അവിടെ ഒക്കെ ഇരുന്ന് കഴിക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് വെറൈറ്റി ബിരിയാണി അല്ല, എല്ലാം സാധാ ബിരിയാണി തന്നെ, പക്ഷെ നല്ല ടേസ്റ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് വീഡിയോ ഉണ്ട്. കാരണം ചില വീഡിയോ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, ചിക്കൻ ഇങ്ങനെ അലിഞ്ഞു പോകുന്നു, ബീഫ് ഇങ്ങനെ അലിഞ്ഞു പോകുന്നു, ആ കാറ്റഗറിയാണ്. ബാക്കി ചെല്ലുമ്പോൾ പറയാം നല്ല സൂപ്പർ കൈമ റൈസോ ബാക്കി എടുത്തിട്ട് കളിച്ചാൽ. ഓക്കെ ഗൈസ്, ഞാൻ വാങ്ങുന്ന ഐറ്റം തീർന്നു പോയി. അതായത് ബസ്മതി റൈസ് ചിക്കൻ ബിരിയാണി അത് തീർന്നു പോയി. തൽക്കാലം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ചിക്കൻ ദം ബിരിയാണി, ചിക്കൻ ഫ്രൈ ദം ബിരിയാണി, പിന്നെ ഒരു എക്സ്ട്രാ 5 പപ്പടം പറഞ്ഞിട്ടുണ്ട്. കാരണം ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് അവിടെ തീർന്നു പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ വന്നപ്പോൾ തന്നെ കാണാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഫാൻസ് ബിരിയാണിക്ക്. എല്ലാവരും മൊത്തത്തിൽ സന്തോഷം കാണുന്നുണ്ട്. അപ്പോൾ ബാക്കി സന്തോഷം ഞാൻ കഴിച്ചിട്ട് പറയാം എനിക്ക് സന്തോഷമാണോ ദുഃഖമാണോ. പിന്നെ ഇവിടെ നമുക്ക് ഈ തൃപ്പൂണിത്തുറയിലുള്ള ഔട്ട്ലെറ്റ് നമുക്ക് വെച്ചാൽ ഓർഡർ ചെയ്യണം. എന്നിട്ട് ടോക്കൺ നമ്പർ വിളിക്കും, അപ്പം അത് എടുക്കണം. മേടിച്ചിട്ട് എവിടെയും പോയി ഫുഡ് കഴിക്കുക, കാരണം കോമൺ ഫുഡ് കോർട്ടാണല്ലോ. സോ വി നീഡ് ടു വെയിറ്റ് അറ്റ്ലീസ്റ്റ് 15 minutes. നമുക്ക് ബിരിയാണി കിട്ടി. ഞാൻ സാധാ ബിരിയാണി എടുത്തിട്ടുണ്ട്. സ്മെല്ല് വൈസ് കൊള്ളാം കേട്ടോ. അച്ചാർ നോക്കി. ഞാൻ വീഡിയോ കണ്ട നാരങ്ങാച്ചാർ ഇതല്ല, ഇത് ഈന്തപ്പഴ അച്ചാറാണ് ഗൈസ്, പറ്റിച്ച്. റൈസ് നോക്കാം. റൈസൊക്കെ സൂപ്പറാട്ടോ. പിന്നെ പപ്പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരെണ്ണം 6 എക്സ്ട്രാ വേണം കേട്ടോ. പപ്പടം 6 എക്സ്ട്രാ ആണ്. അടിച്ചു കിട്ടി വെക്കാം അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര നൈസ് റൈസ്, ചിക്കൻ സൂപ്പർ, കറക്റ്റ് വേവ്, ശരി തന്നെ. ഞാൻ മുഴുവൻ കഴിച്ചു കഴിഞ്ഞു. ഇത് അവിടെ ഏതോ ഫുൾ വ്ളോഗേഴ്സ് വെച്ച് വ്ളോഗ് ചെയ്യുന്നുണ്ട് കണ്ടാ, ഫുൾ പ്രൊഫഷണൽ ക്യാമറ ഒക്കെ ആയിട്ട്.